അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആദ്യം തന്നെ വളരെയധികം വിഷമകരമായ ഒരു വാർത്തയെക്കുറിച്ച് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതായത് പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ഒരു കുടുംബത്തിലെ 4 പേര് ഒരുമിച്ച് ആത്മഹത്യ ചെയ്ത ഒരു വാർത്തയാണ്. അതിലേറ്റവും നെഞ്ച് പിടക്കുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ആ പൊന്നു മക്കൾക്ക് അറിയില്ലല്ലോ, അതെ, അവരെ കൊണ്ടുപോകുന്നത് കൊല്ലാനാണ് എന്നുള്ളത്. പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്. വാടക വീട്ടിൽ നിന്ന് പോലും ഇറക്കി വിട്ടു. കണ്ണിന് കാഴ്ചയില്ലാത്ത കുഞ്ഞുങ്ങളുടെ മാതാവ്, പാവം. അദ്ദേഹം ഒരു പക്ഷേ തനിച്ചു പോകാൻ മനസ്സിലായിരിക്കും. അദ്ദേഹത്തിന് മനസ്സിൽ എങ്ങനെങ്കിലും മരണപ്പെട്ടാൽ മതി എന്നായിരിക്കും. പക്ഷേ കാഴ്ചയില്ലാത്ത തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെയും പറക്കമുറ്റാത്ത തൻ്റെ പിഞ്ചു മക്കളെയും ഇവിടെ ഉപേക്ഷിച്ച് പോകാൻ അദ്ദേഹത്തിനൊരു പക്ഷേ കഴിയാത്തത് കൊണ്ടായിരിക്കും 4 പേരും ഒരുമിച്ച് പുഴയിലേക്ക് എടുത്ത് ചാടിയത്. അത് ഒരു പക്ഷേ മക്കളെ ആയിരിക്കും ആദ്യം തള്ളിയിട്ടത് പാലത്തിൻ്റെ മുകളിൽ നിന്ന്. പിന്നീട് ഭാര്യയെ തള്ളിയിട്ടിട്ടുണ്ടാവും. കണ്ണിന് കാഴ്ചയില്ലല്ലോ, പാവം, അറിയില്ലല്ലോ. ആ പാതിരാത്രിയിൽ അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന മക്കളുടെ ഒരു കുഞ്ഞിനെ എടുത്തിട്ടുണ്ട്. മറ്റേ മോള് ഓടിച്ചാടി കളിച്ചുകൊണ്ട് പോവുകയാണ്. പാവം, അറിയില്ലല്ലോ മരണത്തിലേക്കാണ് ഞങ്ങളുടെ പിതാവ് കൊണ്ടുപോകുന്നതെന്ന്. ഒരു പക്ഷേ ആ പിതാവ് മാത്രം ആത്മഹത്യ ചെയ്യുകയാണെങ്കിലോ? കണ്ണിന് കാഴ്ചയില്ലാത്ത പെണ്ണും കഷ്ടപ്പെടും, ആ മക്കളും. 2 പിഞ്ച് മക്കളാണ്. മൂത്ത കുട്ടിക്ക് 7 വയസ്സാണ്, ചെറുതിന് ഒരു 2 വയസ്സൊക്കെ ആയിരിക്കും പ്രായം എന്നാണ് തോന്നുന്നത്. ആ ചെറിയ മോൾ എടുത്തിട്ടുണ്ട്. മറ്റേ മോള് ഓടിച്ചാടി കളിച്ച് പോണ ഒരു ചിത്രമാണ് നമ്മൾ CCTVയിലൊക്കെ കാണുന്നത് കേട്ടോ. സത്യം പറഞ്ഞാലേ കണ്ടപ്പോൾ കരഞ്ഞു പോയി. പട്ടിണി കൊണ്ടാണ്. ഒരു പക്ഷേ ഇത് നമ്മുടെ കേരളത്തിലത്തെ ജനങ്ങൾ അങ്ങനെ തിരിഞ്ഞു നോക്കാതെ നിൽക്കൊന്നുമില്ലല്ലോ. ഇപ്പം നമ്മൾ റഹീമിൻ്റെ മോചനത്തിനൊക്കെ വേണ്ടിയിട്ട് എത്രയോ കോടി രൂപ എല്ലാവരും കൂടെ സമാഹരിച്ചു കൊടുത്തു അല്ലേ? ഇങ്ങനെയൊരു കുടുംബം, ഇത്രക്കും ദയനീയ അവസ്ഥയിൽ ഇങ്ങനെയൊരു കുടുംബം ഉള്ളതൊരു പക്ഷേ അറിയുമായിരുന്നെങ്കിൽ എല്ലാവരും കുറേശ്ശെങ്കിലും പൈസ കൊടുത്തിട്ട് സഹായിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. കേരളത്തിലുള്ള ആളുകൾ അത്ര നമ്മൾ തിരിഞ്ഞു നോക്കാത്ത ആളുകളൊന്നല്ലല്ലോ അല്ലേ? പക്ഷെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു പാവപ്പെട്ട ഫാമിലിയെ സഹായിക്കാൻ വേണ്ടി ഒരു ഗൂഗിൾ പേൻ്റെ സ്കാനറെങ്കിലും ജസ്റ്റ് വെച്ചൊരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ തന്നെ എല്ലാവരും ഒന്നുമില്ലെങ്കിൽ ഒരു 100 രൂപ അല്ലെങ്കിൽ 50 രൂപയെങ്കിലും കൊടുത്ത് അവരെ സഹായിക്കാതിരിക്കൂല അല്ലേ? നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു ദയനീയ അവസ്ഥ കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വരുമല്ലോ. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോഴേ വല്ലാത്തൊരു സങ്കടം. ആ കുട്ടി ഇങ്ങനെ ഓടിച്ചാടി കളിക്കുന്നു. നമ്മളെ മക്കളിങ്ങനെ എവിടേക്കും കൊണ്ടുപോകുമ്പോൾ അവരിങ്ങനെ മുന്നിലോടിയിട്ടും പിന്നിലോടിയിട്ടൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുമല്ലോ. അതൊക്കെ CCTVയിൽ കാണുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അറിയുന്നില്ലല്ലോ മക്കളെ ഞാൻ കൊണ്ടുപോകുന്നത്. അവർ അറിയണില്ല, നേരിട്ട് അവർ മരിക്കുകയാണെന്നുള്ള കാര്യം അവർക്ക് അറിയുന്നില്ല. ഒരു പക്ഷെ ആ പിതാവിൻ്റെ ഹൃദയം വല്ലാതെ പിടക്കുന്നുണ്ടാവും. ഒരു പക്ഷെ ഭാര്യ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. കണ്ണിന് കാഴ്ചയില്ലാത്ത ഭാര്യയും പിടിച്ചിക്കണ്. അതാ ചെറിയ പൊന്നുമോൾ എടുത്തിക്കണ്. അതുപോലെ മൂത്ത കുട്ടി 7 വയസ്സുകാരി ഇങ്ങനെ ഓടിച്ചാടി കളിച്ചാണ് പോകുന്നത്. ഏതായാലും അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്ന് ആ വാർത്ത നല്ലോണം ഉണ്ടല്ലോ. എല്ലാവരും കരഞ്ഞുകൊണ്ട് തന്നെയാണ്. അത് കണ്ട് കഴിഞ്ഞാൽ ആരും തന്നെ കരഞ്ഞു പോകും. അത്രക്കും ദയനീയ അവസ്ഥ. ഒരു പക്ഷേ കണ്ണിന് കാഴ്ചയില്ലാത്ത ആ കുട്ടികളുടെ ഉമ്മ, അവർ ആദ്യം കുട്ടികളെ വേണിട്ടിട്ടുണ്ടാവും അല്ലേ? പാലത്തിൻ്റെ മുകളിൽ നിന്ന് വെള്ളത്തേക്ക് ഓരോ കുഞ്ഞിനെയും. പാവം, അതാ ഒഴുക്കിൽ, അതും ഇത്ര മഴയുള്ള സമയത്ത് ഒഴുക്കിൽ ആ വലിയ പുഴയിലേക്കൊക്കെ ഇട്ട് പിന്നെ വെള്ളം കുടിച്ച് മുങ്ങിപ്പൊങ്ങി. പാവം, അവറ്റകൾക്ക് അറിയില്ലല്ലോ മരിക്കുകയാണ് ഞങ്ങൾ എന്നുള്ളത്. വല്ലാത്തൊരു വേദന. പിന്നീട് ഒരു പക്ഷേ കാഴ്ചയില്ലാത്ത ഭാര്യയായിരിക്കും തള്ളിയിട്ടത്. അതോ അവളോട് ചാടാൻ പറഞ്ഞതാണോ എന്തോ അറിയില്ല. നമ്മൾ മരിക്കുകയാണ്, നമ്മൾ ഒരുമിച്ച് മരിക്കുകയാണെന്നുള്ളതൊരു പക്ഷേ ആ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടോ എന്തോ ഒന്നും അറിയില്ലല്ലോ. എന്നാലും പിഞ്ചു മക്കളോട് അത് പറയില്ലല്ലോ, നിങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകണമെന്നുള്ളത്. അങ്ങനെ 4 പേരും അതാ വലിയ പുഴയിലേക്കാണ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയത്. മക്കളൊരു പക്ഷേ ആദ്യം ഇട്ടിട്ടുണ്ടാവും, പിന്നീട് ഭാര്യയെ ഇട്ടിട്ടുണ്ടാവും, പിന്നെ അയാളും ചാടിയിട്ടുണ്ടാവും. ആ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മൃതദേഹം ചെറിയ കുട്ടിൻ്റെയും കിട്ടിയെന്ന് പറഞ്ഞു. ഇപ്പോഴിതാ ആ 6-7 വയസ്സുകാരിയായ മോളുടെ എൻ്റെ പേര് ഹന്ന എന്നോ, മൃതദേഹം പിന്നെയാണ് കിട്ടിയതെന്ന് അറിഞ്ഞത്. സത്യം പറഞ്ഞാൽ
എല്ലാവർക്കുടെയും മനസ്സിന് വളരെയധികം സങ്കടകരമായൊരു കാഴ്ചയാണത്. ആ പിതാവ് കാഴ്ചയില്ലാത്ത ഭാര്യയെയും 2 മക്കളെയും ഇവിടെ ഉപേക്ഷിച്ച് പോയാൽ ഒരു പക്ഷേ അവരുടെ ജീവിതം എന്തായിത്തീരുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം പോകുന്ന സ്ഥലത്തേക്ക് മക്കളെയും കൊണ്ടുപോയത്. പല അമ്പലങ്ങളിലോ പള്ളികളിലൊക്കെ പോയിട്ട് കൈ നീട്ടിയെന്നോ എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്, എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. എന്നാൽ അവസാന പ്രതീക്ഷയും ഇല്ലാതായപ്പോഴായിരിക്കും ഇങ്ങനൊരു തീരുമാനം എടുത്തത്. പാവം മക്കളൊന്നും അറിയില്ലല്ലേ. എത്ര നിഷ്കളങ്കരായ മക്കളായിരിക്കും നമ്മുടെ മക്കൾ. നമ്മൾ പെട്ടെന്ന് പുഴയിലേക്കൊക്കെ എടുത്തിടുക, നമ്മളും മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു അവസ്ഥ ആലോചിക്കുമ്പോഴേ മനസ്സ് വല്ലാതെ ഇങ്ങോട്ട് വേദനിക്കുകയാണ്. പട്ടിണി കൊണ്ടായിരിക്കും. നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മിൽ പെട്ടവരല്ല അല്ലേ. നമ്മൾ ഉള്ളതിൽ നിന്ന് അവർക്ക് കൊടുക്കണം, നമ്മൾ കഴിക്കുകയാണെങ്കിൽ അവർക്കും കൊടുക്കണം. ഒരു ഭാഗത്ത് അവിടെ പട്ടിണി എടുക്കുക, ബാക്കിയുള്ളവർ നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കഴിക്കുക, വേണ്ടാത്ത വേസ്റ്റാക്കുക, അങ്ങനെ ഇങ്ങനെ. പട്ടിണി കൊണ്ട് അവരുടെ ഒരു അവസ്ഥ അങ്ങനെയായി തീർന്നു. വാടക വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. ഇനി എങ്ങോട്ടാ? എൻ്റെ 2 ചെറിയ പെൺമക്കളെയും എൻ്റെ ഭാര്യയെയും എവിടെ കിടത്താനായിരിക്കും അദ്ദേഹം? അതെ, അദ്ദേഹം പോകുന്ന ആ ഒരു കാഴ്ച ഇങ്ങനെ കാണുമ്പോൾ ആർക്കും സങ്കടം വരും കേട്ടോ. പിന്നീട് കാണുന്നില്ല അവരെ. മൃതദേഹം കിട്ടിയപ്പോഴല്ലേ പിന്നെ അറിയുന്നത്. പിന്നെ ആ പൊന്നുമോളുടെ മൃതദേഹം കിട്ടി. അപ്പോൾ 4 പേര് ഒരുമിച്ച്, അതെ, പട്ടിണി കൊണ്ട്, പ്രാരബ്ധങ്ങൾ കൊണ്ട്, ബുദ്ധിമുട്ട് കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. ആരും ഹെൽപ്പ് ചെയ്തില്ല. ഒരു പക്ഷേ ഇത് ആളുകൾ അറിഞ്ഞിട്ടുണ്ട്, എന്തോ അല്ല, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും കൂടി സഹായിച്ച് അവർക്ക് എങ്ങനെയെങ്കിലൊക്കെ അവർ രക്ഷപ്പെടുത്താമായിരുന്നു. ആ കുട്ടികളുടെ ഒരു ഭാവി, കുട്ടികൾക്കൊന്നും ഒന്നുമില്ലാത്ത മക്കളെ, ഓടിച്ചാടി കളിക്കുന്ന ആ മക്കളാണ്. ആ മക്കളെ അടക്കം അങ്ങോട്ട് പുഴയിലേക്ക് ഇട്ടിട്ട് അവരും മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു വേദന. നിഷ്കളങ്കരായ മക്കളല്ലേ, ജീവിതത്തിലേക്ക് കടന്നു വരുന്നേ ഉള്ളൂ. ജീവിതം എന്താണെന്ന് അറിയുന്നേ ഉള്ളൂ. അറിയില്ലറ്റെങ്കിൽ എന്തിനാ ഞങ്ങളെ കൊണ്ടുപോകണം അറിയില്ല, ഒന്നും അറിയില്ലല്ലോ. അവർക്ക് അറിയുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ മക്കൾ പേടിച്ച് ഓടുമായിരുന്നോ അറിയില്ല. എന്തായാലും അദ്ദേഹം മക്കളെയും ഭാര്യയൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി. അവർക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ എന്തായാലും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞില്ല. എന്നാലും പടച്ച റബ്ബിൻ്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു അവർക്ക് സ്വർഗത്തിൽ നല്ല ഇടം നൽകട്ടെ. ആ മക്കൾക്കും ആ ഭാര്യയ്ക്കും ഭർത്താവിനും കാഴ്ചയില്ലാത്ത ആ പെണ്ണാണ് ഭാര്യ. അദ്ദേഹം നല്ല രീതിയിലായിരിക്കും അവരെ നോക്കിയിട്ടുണ്ടാകുക. പക്ഷേ ജീവിതം മുട്ടി. ഇനി എങ്ങോട്ട്? വാടക വീട്ടിൽ നിന്നും കൂടി ഇറക്കി വിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ വാതിലുകളും അടഞ്ഞിട്ടുണ്ടാവും. ഇനി ഇതേ മാർഗമുള്ളൂ എന്ന് കരുതിയിട്ടായിരിക്കും അങ്ങനെ ചെയ്തത്. എന്തൊക്കെ തന്നെയായാലും കാഴ്ച വളരെയധികം വിഷമിപ്പിക്കുന്ന രീതിയിലായി. ആരുടെയും കണ്ണുകൾ നിറഞ്ഞു പോകുന്ന കാഴ്ചകളാണത്. എന്തൊക്കെ തന്നെ ഇനി ആരും അങ്ങനെ പട്ടിണി കിടന്നിട്ടും അല്ലെങ്കിൽ പണമില്ലാത്തതിൻ്റെ പേരിലും മരിക്കാനുള്ള ഒരു ഇടം ഇല്ലാതിരിക്കട്ടെ. കാരണം അങ്ങനെയൊക്കെ ആരെങ്കിലും അത്രമാത്രം അങ്ങനത്തെ അവസ്ഥയിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കേരളക്കരയാകെ സഹായിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അങ്ങനെ ഇതും അറിഞ്ഞിരുന്നെങ്കിൽ, പക്ഷെ അറിഞ്ഞില്ല, ആരും പറഞ്ഞതുമില്ല. ഇങ്ങനെയുള്ള ഈ പാവപ്പെട്ട ഫാമിലിനെ കുറിച്ച് കാര്യങ്ങൾ എന്തെങ്കിലും അറിയിക്കുകയാണെങ്കിൽ അത് നമ്മൾ എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഷെയർ ചെയ്താൽ എല്ലാവർക്കും അവനെക്കൊണ്ട് കഴിയണ എന്തെങ്കിലും ഹെൽപ്പ് നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ അല്ലേ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. ആരോടും പരാതിയും പരിഭവവും പറയാതെ ആയിരിക്കും അവരുടെ ജീവിതം. അദ്ദേഹം അങ്ങനെയായിരിക്കും അവർ നോക്കിയിട്ടുണ്ടാവും. ഒരാളുടെ മുമ്പിലും കൈ നീട്ടാതെ ആയിരിക്കും ജീവിച്ചിരിക്കുക. പക്ഷേ പിന്നെ അങ്ങേയറ്റം ഈ ഒരു അവസ്ഥ വന്നപ്പോൾ അതെ, ഒടുവിൽ ആത്മഹത്യ തന്നെയായിരിക്കും പരിഹാരം കണ്ടത്. ആ പിഞ്ചു മക്കളെയും കണ്ണ് കാണാത്ത കാഴ്ചയില്ലാത്ത ഭാര്യയെയും കൂട്ടി അദ്ദേഹം ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയി. അതെ, ആ ഫാമിലി അടക്കം പരലോകത്തേക്ക്. അവർക്ക് അവിടെ നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അങ്ങനെ ആരെങ്കിലും ബുദ്ധിമുട്ട് ആയി പ്രയാസപ്പെട്ടൊക്കെ ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരാളോട് പറഞ്ഞാലെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ തന്നെ ഇട്ടാൽ തന്നെ എത്രയോ ഹെൽപ്പുകൾ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അങ്ങനത്തെ ഇതൊന്നും മറച്ചു വെക്കാതെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടപ്പെട്ടവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഫാമിലി രക്ഷപ്പെടുമായിരുന്നു.
പിന്നെ വിധി കൂടിയായിരിക്കും അല്ലേ, പഠിച്ചവൻ്റെ വിധിയായിരിക്കും അവരുടെ ജീവിതം അങ്ങനെ. എന്തായാലും നമ്മളെ ഇസ്ലാമിക നിയമം, നമ്മുടെ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പാതിരാത്രിയിലൊക്കെ വീടുകളിലൂടെ നടക്കുമായിരുന്നു അത്രേ. അപ്പോൾ എന്താണ്, അവിടെ എവിടെയെങ്കിലും വീടുകളിൽ തീ പുകയാത്തതായിട്ടുണ്ടോ, പട്ടിണി ഉണ്ടോ എന്നറിയാൻ വേണ്ടി, അതും ഒരു സാധാരണക്കാരൻ്റെ വേഷത്തിൽ ഓരോ വീടുകളുടെ ഇടയിലൂടെയും നടക്കുമായിരുന്നു രാത്രി കാലങ്ങളിൽ. ആരെങ്കിലും പട്ടിണി കൊണ്ട് കരയുന്നുണ്ടോ, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെല്ലുന്നൊരു സമയത്താണ് ഒരു പാതിരാത്രിയിലും ഒരു പുക ഇങ്ങനെ ഉയർന്ന് കാണുന്നുണ്ട്. അതെ, പുക ഉയരുന്നുണ്ട്, തീയും കാണുന്നുണ്ട്. ചുറ്റുഭാഗത്തുമായി മക്കൾ പ്രതീക്ഷയോടെ നിൽക്കുന്നുണ്ട്. അതിൽ ഖലീഫ ഉമർ അതുവഴി വരികയാണ്. വരുന്ന സമയത്താണ് ആ ഒരു കാഴ്ച കാണുന്നത്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ ആ ഒരു ചരിത്രം. ആ ഒരു ഭരണം ഒരു പക്ഷേ ഇവിടെ വരികയാണെങ്കിൽ എല്ലാവരും ഒരുപോലെയായിരുന്നു. നമ്മളിവിടെ ഒരുപാട് പണക്കാരുണ്ട്, പാവങ്ങളുണ്ട്, പട്ടിണി കിടക്കുന്നവർ, എല്ലാവരും കൂടിയാണല്ലോ. എല്ലാവർക്കും ഒരുപോലെ നീതി വേണം എന്നതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശം. അതായിരുന്നു. അതിനുവേണ്ടി രാത്രികാലങ്ങളിൽ അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ നാട് ചുറ്റുമായിരുന്നു. ആരൊക്കെ പട്ടിണി കിടക്കുന്നുണ്ട് എന്നറിയുവാൻ വേണ്ടിയിട്ട്. വിശക്കുന്ന കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹൃദയമുരുകിയ ആ രാത്രി. അന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു അത് കാണുന്നത്. മദീന നഗരം മുഴുവൻ ഉറക്കത്തിലായിരുന്നു. ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങുന്നുണ്ടായിരുന്നു. കാറ്റ് മന്ദമായി വീശി. വീടുകളിലെ വിളക്കുകൾ ഒന്നൊന്നായി അണഞ്ഞു. എല്ലാവരും വിശ്രമത്തിലേക്ക് പോയെങ്കിലും ഒരാൾക്ക് മാത്രം ഉറങ്ങാൻ കഴിഞ്ഞില്ല. അത് മുസ്ലിങ്ങളുടെ ഭരണാധികാരിയായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. എൻ്റെ ഭരണത്തിൽ ഒരാൾ പോലും പട്ടിണി കിടക്കരുത്. നാളെ ഒരു ദിവസം അള്ളാഹുവിൻ്റെ മുന്നിൽ ഞാൻ എന്ത് മറുപടി പറയും എന്ന ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹം രാത്രിയുടെ നിശബ്ദതയിൽ നഗരവീഥികളിലൂടെ നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ അതാ ഒരു ചെറുകുടിലിൻ്റെ ഭാഗത്ത് നിന്ന് പുക ഉയരുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. ഈ സമയത്ത് ആരാണ് പാചകം ചെയ്യുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ആ വീട്ടിലേക്ക് നടന്നു. വീടിനടുത്തെത്തിയപ്പോൾ ഹൃദയം തകർക്കുന്ന ഒരു കാഴ്ച. ഒരു വലിയ പാത്രം അടുപ്പിൽ വെച്ചിരിക്കുന്നു. അതിനു ചുറ്റും കുറേ കുഞ്ഞുങ്ങൾ. അവർ വിശപ്പ് കൊണ്ട് പൊട്ടിക്കരയുകയാണ്. അവരുടെ ഉമ്മ ആ പാത്രം ഒരു തവി കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇടയ്ക്കിടെ കുഞ്ഞുങ്ങളോട് അവർ പറയുന്നത് കേട്ടു, മക്കളെ ഇതാ ഇപ്പം ആകും, ഇപ്പം വേവും, മക്കൾ കരയല്ലേ, ഇപ്പം വേവും. എന്നാൽ അതിൽ പല മക്കളും കരഞ്ഞു തളർന്നുറങ്ങിക്കഴിഞ്ഞു വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു സ്നേഹത്തോട് ചോദിച്ചു, സഹോദരി, എന്താണ് കുഞ്ഞുങ്ങൾ എന്തിനാ ഇത്രയും കരയുന്നത്? ആ സ്ത്രീക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാനായിരുന്നില്ല. അതൊരു സാധാരണക്കാരൻ്റെ വേഷത്തിലായിരുന്നു അവിടുത്തെ ഖലീഫ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ അരികിലേക്ക് ചെന്നത്. ഞങ്ങൾക്ക് ഭക്ഷണമൊന്നുമില്ല, കുട്ടികൾ വിശന്ന് കരയുകയാണ്. അവരെ ആശ്വസിപ്പിക്കുവാൻ ഈ പാത്രത്തിൽ വെള്ളവും കുറച്ച് കല്ലുകളുമിട്ട് തിളപ്പിക്കുകയാണ്. ഭക്ഷണം പാകമാകുന്നു എന്ന് അവർ കരുതും. അങ്ങനെ കാത്തിരിക്കുമ്പോൾ ക്ഷീണിച്ച് ഉറങ്ങിപ്പോകുമെന്ന പ്രതീക്ഷ മാത്രം. ആ വാക്കുകൾ കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹൃദയം തകർന്നു. സ്ത്രീ തുടർന്ന് പറഞ്ഞു, ഞങ്ങളുടെ അവസ്ഥ അറിയാതിരിക്കുന്ന ഭരണാധികാരിയോട് അള്ളാഹു ചോദിക്കും. ഞങ്ങൾ അനുഭവിക്കുന്ന വിശപ്പിന് അദ്ദേഹം ഉത്തരവാദിയാണ്. ആ വാക്കുകൾ അമ്പുകൾ പോലെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹൃദയത്തിൽ തറച്ചു. അദ്ദേഹം ഒരു വാക്കുപോലും തിരിച്ചു പറഞ്ഞില്ല. ഉടൻ തന്നെ ബൈത്തുൽ മാലിയിലേക്ക് പോയി ഒരു ചാക്ക് ഗോതമ്പും ഈത്തപ്പഴവും നെയ്യും എടുത്തു. കൂടെ വന്ന ആളോട് ചുമക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, നാളെ ഖിയാമത്ത് നാളിൽ എൻ്റെ ഭാരവും നീ ചുമക്കുമോ? ഇത് ഞാൻ തന്നെയാണ് ചുമക്കേണ്ടത്. അദ്ദേഹം അങ്ങനെ അത് സ്വന്തം തോളിൽ ഭക്ഷണച്ചാക്ക് ചുമന്ന് ആ വീട്ടിലേക്ക് എത്തുന്നു. കൂടെയുള്ള പരിചാരകൻ പറഞ്ഞു, അല്ലയോ ഖലീഫ ഉമർ, ഞാൻ ചുമന്നോളാം അതൊക്കെ. ഏയ്, അത് വേണ്ട, ഇത് എനിക്ക് ചുമക്കേണ്ടതാണിത്. ഇതെൻ്റെ ബാധ്യതയാണ്. ഇത് നിറവേറ്റിയേ പറ്റുകയുള്ളൂ. അവിടെ എത്തിയ ശേഷം അദ്ദേഹം തന്നെ അടുപ്പിൽ തീ കത്തിച്ചു, മാവ് കുഴച്ചു, ഭക്ഷണം പാകം ചെയ്തു. വിശന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വന്തം കൈകൾ കൊണ്ട് ഭക്ഷണം വിളമ്പി. അല്പസമയത്തിനകം കരച്ചിൽ നിലച്ചു. കുഞ്ഞുങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. അവർ വയറു നിറച്ച് ഭക്ഷണം കഴിച്ചു. പിന്നീട് സന്തോഷത്തോടെ കളിക്കാൻ തുടങ്ങി.
ആ കാഴ്ച കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അൽഹംദുലില്ലാ, ഇപ്പോഴെങ്കിലും അവർ ചിരിക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിൽ പറഞ്ഞു. കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നതുവരെ അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു. ശേഷം നിശബ്ദമായി തിരിഞ്ഞു നടന്നു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഞാനാണ് ഖലീഫ എന്ന് പരിചയപ്പെടുത്തിയില്ല. ഒരു വിശക്കുന്ന കുടുംബത്തിൻ്റെ വിശപ്പ് മാറ്റുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏക ലക്ഷ്യം. ഈ സംഭവം ഇന്നും നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. എന്നാൽ ഒരുപക്ഷെ ഈ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ നാട്ടിൽ അതെ, പലരും പല രീതിയിലാണ് അവരുടെ ജീവിതവും സാഹചര്യങ്ങളൊക്കെ. ഇതുപോലെയുള്ള പട്ടിണി പാവങ്ങളെയൊക്കെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യണം. ഒരു പക്ഷേ ഖലീഫ ഉമറിൻ്റെ ഭരണം ഇവിടെ വരികയാണെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോയി. അതെ, അങ്ങനെ ഒരു പട്ടിണി മരണം, അങ്ങനെ ഒരു വിശന്നിട്ടുള്ള പട്ടിണി കിടന്ന് എല്ലാ വാതിലുകളും അടഞ്ഞ ശേഷമുള്ള ആ ഒരു ആത്മഹത്യ അതൊരിക്കലും നടക്കില്ലായിരുന്നു. അതിനാലാണ് ചരിത്രം ഇന്നും ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിനെ നീതിയുടെയും കരുണയുടെയും മാതൃകയായി ഓർക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതെ, നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന്. എന്തൊക്കെ തന്നെയാലും ഇന്നത്തെ ആ ഒരു സംഭവം, ഇന്നത്തെ ആ ഒരു സ്റ്റോറിയും എല്ലാം കൂടി കേട്ടപ്പോൾ ഒരുപാട് കരഞ്ഞു പോയി. ഞാൻ ഓർത്തു, അതെ, നമ്മുടെ ഇസ്ലാം ദീനിലെ നിയമങ്ങളും കാര്യങ്ങളും എത്രമാത്രം പവിത്രമാണെന്ന്. നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം നമ്മൾ അനുസരിക്കണം. അങ്ങനെയായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊരു മരണം ഉണ്ടാവുമായിരുന്നില്ല. അതുമാത്രമല്ല, ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണം അതുപോലുള്ള ഭരണമായിരുന്നെങ്കിൽ ഇവിടെ ഒരാളും പട്ടിണി കിടന്ന് മരിക്കില്ലായിരുന്നു. എന്തൊക്കെ തന്നെയാലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ നിങ്ങളോടത് ഷെയർ ചെയ്യാൻ കാരണം അത്രയ്ക്കും സങ്കടപ്പെട്ടിട്ടാണ്. ആ ഒരു വിഷമം നമ്മുടെ നാട്ടിൽ ഇനി ഒരാൾക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, നൂർ ഫാത്തിമയുടെ സ്റ്റോറി, ഷാമിലിൻ്റെ സ്റ്റോറി ചോദിച്ചിട്ടൊക്കെ കമൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ബുഷി ഹോസ്പിറ്റലിലാണല്ലോ അല്ലേ, അതുപോലെ തന്നെ അൻഷിഫും. എന്നാൽ സിനാനെ ഇതൊരു സുവർണ അവസരമാണ്. അവനതൊരിക്കലും പാഴാക്കില്ല എന്ന് നന്നായി അറിയാം. എന്നാൽ ഷാമിലിന് എന്തും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ബുഷിയെ രക്ഷിക്കണം. ഒരിക്കൽ പോലും സിനാൻ അവളെ ടച്ച് ചെയ്യാൻ കൊടുക്കാൻ പാടില്ല. കാരണം ഇതുവരെ എനിക്ക് ഇത്ര ടെൻഷനില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അവൻ അബോധാവസ്ഥയിലായി കഴിഞ്ഞു. ഈ ഒരു സമയത്ത് ഒരു പക്ഷേ ബുഷിയെ മുതലെടുക്കാൻ സിനാൻ ശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഉമ്മയെ വിളിച്ചു വരുത്തുന്നത്. ഉമ്മയെ വിളിച്ചു വരുത്തിയാൽ അത് ബുഷിയുടെ കൂടെ എല്ലാത്തിനും നിൽക്കുമല്ലോ. എന്നാൽ ഇടയ്ക്കിടെ ഇവനിങ്ങനെ ICUവിലേക്ക് കയറി പോകേണ്ട ആവശ്യമില്ലല്ലോ. പേരിനെ ഡോക്ടർ എന്നുള്ള ആ ഒരു പേരും പറഞ്ഞിട്ട് ഷാമിലിൻ്റെ നെഞ്ചിലുള്ള നീറി പുകയുകയാണ്. കാര്യം മറ്റൊന്നുമല്ല, ഒരിക്കൽ പോലും ബുഷി അവൾ ചതിയിൽ വീഴരുത്. അവർ ജീവിച്ചോട്ടെ, അൻഷിഫും അവളും. പക്ഷേ സിനാൻ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അതെനിക്ക് ഇഷ്ടമല്ല ഒരിക്കൽ പോലും. അതിനുള്ളൊരു അവസരം ഇപ്പോൾ ഒത്തു വന്നിരിക്കുന്നു. എല്ലാം കൂടെ നമ്മുടെ ഷാമിലിന് മനസ്സമാധാനമില്ലായിരുന്നു. ഒരു പക്ഷേ ബുഷിയുടെ ഉമ്മ വന്നു കഴിഞ്ഞാൽ അവന് സമാധാനമായേനെ. എല്ലാം തുറന്നു പറയണം ഒന്ന് ഉമ്മയോട്. എന്നിട്ട് സിനാനെ അങ്ങോട്ട് അടുപ്പിക്കുന്ന കാര്യം ഒന്ന് വിലക്കണം. അതാണ് വേണ്ടത്. അതിനുവേണ്ടി ഷാമിൽ മനസ്സിൽ ഉറപ്പിച്ചു, ഉമ്മയെയും കാത്ത്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇൻഷാ അല്ലാ നാളെ നമുക്ക് രാവിലെ കഥയുടെ ബാക്കി പറയാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ, അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നൂർ ഫാത്തിമയുടെ സ്റ്റോറി ഇടണമെന്ന് ഞാൻ വിചാരിച്ചതാണ്, അതായത് ബുഷിയുടെ ഉമ്മ വരുന്ന ഭാഗവും ഒക്കെ. പക്ഷേ ഇപ്പോൾ സമയം ഒരുപാട് ലേറ്റായി, ഉറക്കം നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു ന്യൂസ് കേട്ടത്. ഇതിങ്ങനെ കണ്ടപ്പോഴും കേട്ടപ്പോഴും മനസ്സ് വല്ലാതെ അങ്ങോട്ട് പതറിപ്പോയി, വല്ലാതെ അങ്ങോട്ട് കണ്ണുകൾ നിറഞ്ഞു പോകും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് കൂടി പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.